കറുത്ത മഷിയിൽ മുക്കിയ സൂചി കൊണ്ട് സ്വന്തം തൊലിപ്പുറത്ത് കുത്തിയാണ് ജോൺ സമയം കണക്കാക്കിയിരുന്നത്. അയാൾ ഇവിടെ തടവിലാക്കപ്പെട്ടിട്ട് 6 വർഷം കഴിഞ്ഞിരുന്നു. എല്ലാ ദിവസവും വാതിലിനടിയിലെ ചെറിയ ദ്വാരത്തിലൂടെ തട്ടിക്കൊണ്ടുപോയ ആൾ അയാൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. പക്ഷേ ഒരു വാക്കുപോലും സംസാരിച്ചിരുന്നില്ല. ഓരോ മാസാവസാനവും മുറിയിൽ ഒരുതരം പുക നിറയും. ജോൺ ബോധരഹിതനായിരിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയയാൾ വന്ന് സാധനങ്ങൾ മാറ്റുകയും മുടി മുറിക്കുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്യും. മുറിയിലുണ്ടായിരുന്ന ടിവിയിലെ മിക്കവാറും എല്ലാ പരിപാടികളും ജോൺ കണ്ടുതീർത്തു. ഒരു ദിവസം തന്റെ ഭാര്യ മരിച്ചെന്നും മകളെ കാണാതെയെന്നുമുള്ള വാർത്ത അയാൾ അതിൽ കണ്ടു. പക്ഷേ അയാൾ നിസ്സഹായനായിരുന്നു. പലതവണ അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും തട്ടിക്കൊണ്ടുപോയ ആൾ അയാളെ രക്ഷിച്ച് വീണ്ടും പൂട്ടിയിട്ടു. താൻ ആരെയാണ് ഇത്രയധികം ദ്രോഹിച്ചതെന്ന് അയാൾ ചിന്തിച്ചുകൂട്ടി. ഒരു ദിവസം ജോണിന് അബദ്ധത്തിലൊരു അധിക ചോപ്സ്റ്റിക് ലഭിച്ചു. അതുപയോഗിച്ച് അയാൾ ഭിത്തിയുടെ ഒരു മൂലയിൽ കുഴിക്കാൻ തുടങ്ങി. മാസങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ സിമന്റ് പാളി തുളയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞു. പ്രതീക്ഷ തിരിച്ചുവന്ന അയാൾ ഭിത്തിയിൽ ഒരു ചിത്രം വരച്ച് ബോക്സിംഗ് പരിശീലിക്കാൻ തുടങ്ങി. 9 നീണ്ട വർഷങ്ങൾ കൂടി കടന്നുപോയി. ദക്ഷിണ കൊറിയയിൽ പല പ്രസിഡന്റുമാരും മാറിവന്നു. ജോണിന്റെ ബോക്സിംഗ് കഴിവുകൾ അപ്പോഴേക്കും അപാരമായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ അയാൾ പുറം ഭിത്തിയും തുളച്ചു. ആദ്യമായി മഴത്തുള്ളികൾ കൈവെള്ളയിൽ അനുഭവിച്ചപ്പോൾ അയാൾക്ക് പുനർജന്മം കിട്ടിയതുപോലെ തോന്നി. എന്നാൽ മാസാവസാനമാണെന്ന കാര്യം അയാൾ മറന്നുപോയി. പുക വീണ്ടും മുറിയിൽ നിറഞ്ഞു. ജോൺ വേഗത്തിൽ ഭിത്തിയിലെ ദ്വാരം മറച്ചുവെച്ച് കിടന്നു. പക്ഷേ ഇത്തവണ ഒരു സ്ത്രീ മുറിയിലേക്ക് വന്ന് ഒരു ചെറിയ ബെൽ മുഴക്കി അയാളെ ഹിപ്നോട്ടൈസ് ചെയ്തു. ആ മയക്കത്തിൽ ഒരു ചുവന്ന പെട്ടിയിൽ നിന്നും ജോൺ പുറത്തേക്കിറങ്ങി. 15 വർഷത്തിനു ശേഷം അയാളെ അവർ സ്വതന്ത്രനാക്കിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മനുഷ്യനെ കണ്ടപ്പോൾ ജോൺ വികാരാധീനനായി. അയാൾ ആ മനുഷ്യനെ തൊടാൻ കൈ നീട്ടിയപ്പോൾ പേടിച്ചുപോയ ആ അപരിചിതൻ കെട്ടിടത്തിന്റെ വശത്തു നിന്നും താഴെ വീഴാൻ പോയി.